السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل وصحابة الفائزين برضا الله. أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയൊരു വിഷയമായിട്ട് ഞങ്ങൾ പഠിച്ചത്, അഥവാ ഞങ്ങൾ പഠിച്ചാൽ പിന്നെ ഞങ്ങളെ റൂഹ് എവിടെയൊക്കെ പോകണ്ടു ചൊല്ലൊരു വിഷയ. അതല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയങ്ങ ഞങ്ങളെ അബ്ബമാർ, ഉമ്മമാർ, അജ്ജമാർ, അജ്ജിമാർ, ഞങ്ങളെ കുടുംബത്തങ്ങ അങ്ങനെ റൂഹു എവിടേക്കോ തടി ഇപ്പോൾ കബറിലിക്കിട്. പക്ഷേ തടി കബറിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ റൂഹല്ലേ, മരിച്ചാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് റൂഹായിരിക്കും. അപ്പോൾ അങ്ങ് എവിടിക്കുവാറ് അങ്ങനെ റൂഹ് എവിടിക്കു ചെന്നിട്ടു ആറുകൊള്ളൊരു ചോദ്യമായിരിക്കും. എവിടിക്കുവാറ് ചെന്നിട്ടു. അപ്പം അതുക്കുള്ള ഒരു ഉത്തരമാണ് മുഅ്മിനീങ്ങളായ ആൾമാർ, സ്വാലിഹീങ്ങളായ ആൾമാർ, നല്ല ആൾമാർ അങ്ങനെ റൂഹ് ഓരോ നല്ല അംഗങ്ങളെ അമലനുസരിച്ചിട്ട് ഈ നാണ് ചൊന്ന പോലത്തെ വിവിധങ്ങളായ ജാഗൽ വളരെ സന്തോഷത്തിലാണ് മിക്കവാറ് ചെന്നിട്ടു. അപ്പോൾ ഇന്നൊരു ചോദ്യമായിരിക്കട്, മക്കളെ റൂഹ് എവിടിക്കടുണ്ട് മക്കളെ. അപ്പം മക്കളെ റൂഹ് ചൊല്ല കാരണം ചെറിയ പ്രായത്തിൽ മരിച്ച മക്ക അങ്ങ് ഒരു ദിവസം ആക്കിയിട്ടില്ല. അപ്പം അങ്ങ് സ്വർഗത്തുക്ക് പോകേണ്ട ചൊല്ലത് ഗ്യാരണ്ടി ആയിരിക്കട്ടെ. മുസ്ലിമീങ്ങളെ മക്ക എവിടിക്കുവാറ് ചെന്നിട്ടും ഹദീസിൽ ബാരമേ ചെന്നുകൊണ്ടുണ്ട്. ഗുബ്ബച്ചി ഉണ്ടല്ലേ, ഗുബ്ബച്ചി അതിന് ഉൾഗത്തിലാണിക്കട്. ആ ഗുബ്ബച്ചി സ്വർഗത്തെ ഇഷ്ടമുള്ള ജാഗയിൽ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോഴത്തെ മക്കൾ ഗുബ്ബച്ചി ചെന്നുണ്ടായെങ്കിൽ, ഗുർബി ചെന്നുണ്ടായെങ്കിൽ മൊബൈലിൽ ഗൂഗിളിൽ ഫോട്ടോ എടുത്തിട്ട് കാട്ടണമാവും. പണ്ട് കാലത്തിൽ ഞങ്ങൾ ഔത്തരപ്പുറത്തിൽ ഏകദേശം ഔത്തരപ്പുറത്തിൽ കൂട് കെട്ടിയിട്ടും അവർ ഒരു സ്വന്തം അവമായി ബന്ധപ്പെട്ട ജീവി പോലെയായിരിക്കട് ഞങ്ങൾ ഗുബ്ബച്ചിയെ കണ്ടുകൊണ്ട് നിണ്ടിപ്പോൾ ഗുബ്ബച്ചിയെ ഒരു നാമാവ് ഒരു ഇല്ലാത്ത പോലെ എവിടെയും കാണാത്തൊരു പോലത്തെ ഒരു സാഹചര്യമായിരിക്കട്. അപ്പോൾ അങ്ങനത്തെ ഗുബ്ബിയുടെ ആ പക്ഷിയുടെ ഉൾഗത്തിൽ ഇക്കട് ചെന്നിട്ടായിരിക്കട് ഹദീസിലുള്ളത്. ഇന്നൊരു ഹദീസിലുള്ളത്, സ്വർഗത്തിലെ ഒരു പർവ്വതത്തിൽ, സ്വർഗത്തുള്ളൊരു പർവ്വതത്തിൽ ആ മക്ക ഇക്കടാറുണ്ടായിരിക്കട്. അതിനാച്ചൊന്നല്ലേ ജന്മൂന്ന് ഹദീസില്ലെങ്കിൽ അത് ഓരോരോ മക്കളെയും ഓരോരോ ഗ്രേഡ് അനുസരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ടൈമിൽ ഒരു ജാഗിൽ ഇന്നൊരു ടൈമിൽ ഇന്നൊരു ജാഗിൽ ഇക്കടാറുണ്ടായിരിക്കട്. അപ്പോൾ സ്വർഗത്തെ ഒരു പർവ്വതത്തിൽ ഇക്കടാറ് ചെന്നിട്ടും അങ്ങനെ ബൽത്തിരെ അങ്ങനെ പിരിസാക്കടെ അങ്ങനെ ഒരു മേൽനോട്ട വഹിച്ചുകൊണ്ടുള്ളത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറ ഉമ്മായിട്ടിരിക്കുന്നു. അപ്പോൾ മക്ക മുസ്ലിമീങ്ങളെ മക്ക ശരിയിലെ മറിച്ചെങ്കിൽ സ്വർഗത്തെ ഒരു പർവ്വതത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെയും സാറ ഉമ്മയുടെയും ഒരു മേൽനോട്ടത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് കൊശീലിക്ക് വരണ്ടായിരിക്കുന്നു. അപ്പം നമുക്ക് മക്കയില്ലേ സ്വർഗത്ത് പോയെങ്കിൽ ആ മക്ക കിട്ടില്ലേ. ഖിയാമത്ത് ഈ സാറാ ബീവിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ആ മക്കളെ അങ്ങനെ അബ്ബമാരെ കൈക്ക് എത്തുപാട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇനിയുള്ള ഒരു വിശേഷപ്പെട്ട ഒരു വർഗമായിട്ടിക്കട് ഷഹീദുകൾ, ശുഹദാക്കൾ, രക്തസാക്ഷികളായ ശരീരത്തെയും സ്വത്തിനെയും സർവത്തെയും ദീനിന് വേണ്ടി സമർപ്പിച്ച ആൾമാർ അങ്ങനെ റൂഹു പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ടോ? എന്തിനായിരിക്കണത്? ഒരു പച്ച പക്ഷിയുടെ ഉൾഗത്തിലായിരിക്കട് അങ്ങനെ റൂഹിക്കട്. ഒരു പച്ച പക്ഷി വളരെ ചന്തത്തെ സൗന്ദര്യമുള്ള ഒരു പക്ഷിയുടെ ഉൾഗായിരിക്കട് അങ്ങനെ റൂഹിക്കട്. ആ പക്ഷി സ്വർഗത്തെ നദികളിൽ ഇങ്ങനെ പോയോണ്ടിക്കട്. വേണായപ്പ സ്വർഗത്തെ നദിക്ക് പോയോണ്ടിക്കട്. ഏത് പേരിച്ചപ്പ ഈ റൂഹ് പേരിക്കട് നമുക്ക് സ്വർഗത്തെ നദിക്ക് പോകണോ? അല്ലെങ്കിൽ സ്വർഗത്തെ നദിക്ക് പോയിട്ട് എത്തര്, പൊലക്ക് പോയിട്ട് എത്തര്. അതേപോലെ അർശര കീഴുള്ളത്തെ പ്രത്യേകമായൊരു വെളിച്ചമുണ്ട്. അതൊരു വിശേഷപ്പെട്ട വെളിച്ചായിരിക്കട്. അവിടെ പോയിട്ട് അതിനെ നോക്കിക്കൊണ്ടും ഇക്കട്. എന്നിട്ട് എന്തായിരിക്കട് സുബൈക്കും മോന്തിയാവുമ്പം അപ്പറ ഇപ്പറ വളരെ കൊസിയിൽ അപ്പറിപ്പറ ചുറ്റിക്കൊണ്ടിക്കൊണ്ടായിരിക്കട്. അങ്ങനെ റൂഹു സുഹൃതാക്കളെ റൂഹുകളുടെ സ്ഥാന അത് സാമാന്യ മുഅ്മിനീങ്ങളുടെ പോലത്തെ സ്ഥാനമല്ല. അത് വിശേഷപ്പെട്ട സ്ഥാനമായിരിക്കട്, വിശേഷപ്പെട്ട പവറായിരിക്കട്, വിശേഷപ്പെട്ട നിഅമത്തായിരിക്കട്.
അത് ഉന്നതമായ നിയമത്തായിരിക്കണം. ഈ നിയമത്ത് കണ്ടിട്ട് ശുഹദാക്കൾ അള്ളാഹുരൊട്ടിക്ക് ദ്വാർക്കിടവല, അള്ളാഹുവേ ഞങ്ങളെ നീ ഇനൊർക്ക ദുനിയാവ് കടത്തണം, കടത്തിയിട്ട് കൂടെ വീണ്ടും ഞങ്ങൾ യുദ്ധാക്കിയിട്ട് വീണ്ടും ഷഹീദായിട്ട് ഞങ്ങൾ ആകൃതി രണ്ടാമത് പറഞ്ഞു എന്തത് അങ്ങ് കിട്ടിയെങ്കിൽ അത്രയും നിയമത്തുകളും സന്തോഷങ്ങളും അങ്ങ് കാണുമ്പോൾ അങ്ങനത്തെ പണ്ടെങ്കത്തെ ഒരു ദ്വാ അങ്ങനെയും ഇക്കിടുണ്ടായിരിക്കും ശുഹദാക്കൾ. അപ്പോൾ ഏതാണെങ്കിലും സ്വർഗത്തെ റൂഹുടെ മരിച്ചുപോയ ആൾമാരുടെ ആത്മകൾ അത് വ്യത്യസ്തങ്ങളായ ശൈലിയിലായിരിക്കട്ടെ. ഒന്നോ സ്വർഗത്തെ മരങ്ങളിലേക്കോ, ചിലത് പച്ചയായ ചില റൂഹോ പച്ച പക്ഷികളെ ഉൾഗത്തിലേക്കോ, അതേപോലെ ചിലത് അർശരെ ആ കീഴ്ഭാഗത്തുള്ള വെളിച്ചത്തെ മുട്ടമേക്കോ, ചിലത് വെളുത്ത് പക്ഷിയുടെ ഉൾഗത്തിലേക്കോ, ചിലത് എന്തായിരിക്കട്ടെ നാണ് മുന്നൽ നൻപാക്കിയ പോലെ ഒരു പ്രത്യേകമായ ചന്തത്തെ സർസാർ ചെന്നിട്ടുള്ള ഒരു അറിയപ്പെട്ടെങ്കിലത്തെ ഒരു പക്ഷിയായിരിക്കട്ടെ, ആ പക്ഷിയെ സറാസീർ ചെന്നിട്ടുള്ള പക്ഷി അതിലുൾഗത്തിലേക്ക് എടുത്തും. അതേപോലെ ചിലത് സ്വർഗത്തെ ഫോട്ടോകളിൽ നിന്നിട്ട് ചില വിശേഷപ്പെട്ട ആൾമാരുടെ ഒരു ഫോട്ടോകൾ അങ്ങനെ ഫോട്ടോയുള്ള രൂപ ആ പ്രതിമ അതിലുൾഗത്തിക്കടെ ചെന്നിട്ടും അതുപോലെ ചില ആൾമാർക്ക് എന്തായിരിക്കട്ടെ പ്രത്യേകമായ അങ്ങനെ അമലനുസരിച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ വേറെ വേറെ നിലയ്ക്ക് കൊടുക്കുന്ന ഒരു ശൈലിയിൽ അങ്ങ് ചെന്നിട്ടും. അതുപോലെ അങ്ങനെ സ്വർഗത്ത് ചില ആൾമാർ വിവിധങ്ങളായ ജാഗി ഇങ്ങനെ അപ്പരിപ്പുറ പോണുകെ അള്ളാഹു ശക്തിയാറ് കൊടുത്തതും, പിന്നെ ഇത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ അധികാരത്തിലുള്ളതും, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അധികാരം, ഇങ്ങനെ പല നിലക്കുള്ള ശൈലികളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹുകൾ ആക്കിയിട്ടുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഒരു ചോദ്യം വേണ്ട ഇതിനെ തുടർന്നിട്ട് അവിടെ പോകണ്ടേ, അർശരവിടെ പോകണ്ടേ, സ്വർഗത്തഞ്ഞ പോകണ്ടേ, ആ പല നദികളെ വെറുത്ത് പോകണ്ടേ, ഇങ്ങനത്തെ ചൊമ്മ വിഷയിക്കുമ്പോൾ അപ്പോൾ ഖബറിൽ എന്തു ഇക്കില്ലേ അവൻ ആരെ സിയാറത്താക്കടേ, ഖബർ പോയിട്ട് അസ്സലാമു അലൈക്കും ചൊല്ലാ, ഖബർ എനിക്ക് വേണ്ടി ദുആർക്കിടാ. അപ്പോൾ അവിടെ പിന്നെ എന്തിരിക്കടേ റൂഹ് എവിടെ എടുക്കണ്ടേ, എന്നൊക്കെ പിന്നെ ആർക്ക് പോയിട്ട് കാണണോ, എന്തിനു വേണ്ടി പോകണോ, അതിനെ വ്യാഖ്യാനിച്ചിട്ടായിരിക്കട് ബഹുമാനപ്പെട്ട ഇമാമിങ്ങ ചൊല്ലേ. ബഹുമാനപ്പെട്ട സുബൈരി ഇമാം ഇത്ഹാഫ് ചൊല്ലുടെ കിതാബിൽ ചൊല്ലോ, ഇത്തിസാലം ബിഹി യസിഖു അയ്യഅ്റദ അലൈഹ, ഒരു പ്രത്യേകമായ ഖബറായിട്ട് ഈ റൂഹുക്ക് ബന്ധയിക്കട് വേനായപ്പോൾ ഖബറുമായിട്ട് കണക്ഷൻ ഇക്കട്. എപ്പോൾ വേണം ഖബറിഞ്ഞ് വന്നു പോയിരിക്കുക അവിടോ, എത്ര കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരം ഇന്നെങ്കും സെക്കൻഡുകളെ കൊണ്ട് ഖബറിൽ അവിടുക ആ റൂഹുക്ക് പിറകാവിടോ. അതൊരു ലോകം അങ്ങനെയായിട്ടിക്കട്. സെക്കൻഡുകളെ കൊണ്ട് ബന്ധമുള്ളെങ്കിൽ റൂഹായിട്ടിക്കട്, തടിയായിട്ടൊരു ബന്ധയിക്കട്. ഒരാൾ പോയിട്ട് അസ്സലാമു അലൈക്കും ചെന്നിട്ടു ഖബറാളികൾക്ക് സലാം ചെന്നിട്ടുണ്ടെങ്കിൽ ആ റൂഹു അപ്പമേ ആ സലാം മടക്കട ഒരു ശൈലി അള്ളാഹു ആ റൂഹു കൊടുത്തിട്ടിക്കട്. അതുക്കതല്ല ഗൊന്താവിടോ, ഞങ്ങൾ സലാം ചൊല്ലത് ഗൊന്താവിടോ, എവിടെ ഇന്നെങ്കും സലാം മടക്കുക അവിടോ. അതേപോലെ എന്തായിട്ടിക്കട് റൂഹു ഞങ്ങളെ തടി പോലെയല്ല, അത് വേറമേ ഒരു ശൈലിയായിട്ടിക്കട്. എന്താ ഇതല്ലേ, അത് ഞങ്ങളെ തടി പോലെയല്ല, അത് വേറമേ ഒരു ശൈലിയായിട്ടിക്കട് റൂഹു ചൊല്ലത്. നിങ്ങൾ ദുനിയാവിടെ പോലെ ഞങ്ങൾ അതിൽ അർത്ഥാക്കോ തീരാജം തൊട്ടു. അതുകൊണ്ടാണ് ഹബീബന റസൂലുള്ളാഹി തങ്ങ ഇസ്രായുടെ ജാവ് പോയപ്പോൾ മൂസ നബി ഇസ്ലാം ഖബറിൽ നിസ്കരിച്ചുകൊണ്ടിരുത്ത്, എന്നിട്ട് 6ാമത്തെ ആകാശത്ത് പോയിട്ട് അവിടെയും മൂസ നബി ഇസ്ലാമുണ്ട്, ഇവിടെ ഖബറിൽ നിസ്കരിച്ചുകൊണ്ടുണ്ട്. എന്നിട്ട് അപ്പമേലെ റസൂലുള്ളാഹി തങ്ങ ആകാശത്ത് പറ്റിയേ, ആകാശത്ത് പോകുമ്പോൾ അവിടെയുമുണ്ട് മൂസ നബി അലൈഹി സ്വലാം. അപ്പോൾ അതിനർത്ഥം എന്തര്, അവർ റൂഹോ ഖബറിലുമിക്കും മേലും പോണ്ടു എല്ലാം അങ്ങനെ പരസ്പരം അപ്പുറം സെക്കൻഡുകളെ കൊണ്ട് പോയിട്ട് പിറകു അവിടെ ചെന്നതായിരിക്കട്ടെ. ഇതുകൊണ്ട് അർത്ഥം അവിടെ മൂസ നബി അലൈഹി സ്വലാം മാത്രമല്ല പല അമ്പിയാക്കന്മാർ അണ്ട് ഖബറിലും കണ്ടിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ അവിടെ പോയിട്ട് നിസ്കരിച്ച് ഒട്ടികെ എല്ലാം ആക്കിയത്. എന്നിട്ട് ആകാശത്ത് പോകുമ്പോൾ ഓരോ 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 ജാഗക്ക് പോയിട്ട് അങ്ങനെ കണ്ടുകൊണ്ടുണ്ടോ. അപ്പം ഞങ്ങൾ ദുനിയാവിടെ പോലെ അത്താക്ക തീരാ, അതൊരു ലോകം അങ്ങനെയായിട്ടിക്കട്. അപ്പം ഞങ്ങൾ സംശയപ്പെടുത്തി ഞങ്ങൾ റൂഹ് അവിടെ ഉണ്ടു, ഞങ്ങൾ ആർക്ക് സലാം ചൊല്ലി ഒരു സംശയമില്ല. ദുനിയാവിടെ പോലെ അല്ല, ആ ലോകത്തെ വ്യവസ്ഥകൾ വേറെയായിട്ടിക്കട്. അപ്പോൾ ചോദ്യം, ഈ റൂഹു ചൊല്ലത് അത് ഒരു ഗുർബിയുടെ ഉൾക ഗുർബി ചൊല്ല പക്ഷിയുടെ ഉൾഗത്തിൽ എങ്ങനെ ആ റൂഹിക്കൂ ആവുട. അതുപോലെ പച്ച പക്ഷിയുള്ള സറാസീർ പക്ഷിയുള്ള, അപ്പം അങ്ങനത്തെ പക്ഷികളെ ഉൾഗത്തിൽ എങ്ങനെ ദിക്കണത്? ചെറിയ ചെറിയ പക്ഷിയല്ലേ, റൂഹ് അത്ര ശരിയായിട്ട് ഇക്കടമാ. അത് അള്ളാഹുടെ കലായി കുത്തറ
അള്ളാഹുടെ ഖലാ അത് എന്താക്കട് ഹത്താ യകൂന ഔസഅ മിനൽ ഫലാ, എത്രയും ബലിയാക്കുക അള്ളാഹു തരും ആ പക്ഷിയെ. അതിലുൽഗത്തെ എത്രയും അതിരെ ബലിയാക്കുക അള്ളാഹു താല തീരും. അത് കഷ്ടമൊന്നുമില്ല. എങ്ങനെയാണ് റൂഹുമായിട്ടുള്ളൊരു വിഷയം. അപ്പോൾ അങ്ങ സലാം ചൊല്ലുമ്പോൾ ഞങ്ങളെ ഗുന്താവിടുതും അതുപോലെ ഞങ്ങൾ പോയപ്പോൾ അവിടെ ഇക്കിടാറ എന്തും ഞങ്ങൾ സംശയമായിരിക്കും ഇല്ല. നല്ല ആൾമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ശക്തി കൊടുത്തിട്ട് അള്ളാഹു ഞങ്ങളെയും ആ നല്ല കൂടത്തിൽ പെടുത്തുകയും ഞങ്ങളിൽ മരിച്ചു പോയ ഞങ്ങളുടെ അമ്മമാർ ഉമ്മമാർ കുടുംബത്തങ്ങ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ഒരു സ്വാതന്ത്ര്യമുള്ള ഇത്രയും റാഹത്തുള്ള ദുനിയാവിടെ കാണ്ടി കയറിനക്ക് ആ ഖബറാണ് ആഖിറമാണ് ചൊല്ലിട്ട് എത്രയും സന്തോഷമുണ്ട നിലക്കുള്ള സന്തോഷങ്ങൾ അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ഇനി കുഫാറുകൾ റൂഹോ മുശ്രിക്കുകളെ റൂഹ് എവിടേക്കോ ചെന്നിട്ടായിരിക്കും ഒരു ഉത്തര സിജ്ജീൻ ചൊല്ലിട്ട് ജാഗ്യ. സിജ്ജീൻ ചെന്നെങ്കിൽ എവിടെ ഉള്ളത്? 7 ഭൂമിയുടെ അടിയിൽ 7 ഭൂമിയുടെ അടിയിൽ ഒരു ജയില് പോലത്തെ വളരെ കഷ്ടത്തിലും വളരെ അദാബുകൾ നിറഞ്ഞൊരു ജാഗയുണ്ട്. ആ ജാഗയിലായിട്ടിക്കട് കുഫാറുകളുടെ മുശ്രിക്കുകളുടെ റൂഹിക്കട്. ഒരു ഹദീസിലുണ്ടോ ഒരു കറുത്ത പക്ഷി ഉണ്ടോല, ആ കറുത്ത പക്ഷിയിലുള്ള അങ്ങനെ റൂഹിക്കട്. എന്നിട്ട് നരകത്തെ അത് പോയിട്ട് തിന്നിട പക്ഷി എവിടെ തിന്നിട? നരകമാണ് തീ തിന്നിട പക്ഷിയായിരിക്കട്. എന്നിട്ട് കുടിക്കിട് നരകത്തെ ചൂടുള്ള എങ്കത്തെ ഏത് ചൂട് സഹിക്കുകാവാത്ത ചൂട് കൊണ്ട് നിറഞ്ഞെങ്കത്തെ ആ തന്നികളെ പോയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കട്. നരകത്തോടെ ഒരു പൊത്തുണ്ട്, ആ പൊത്തിൽ പോയിട്ട് തിരിച്ചുകൊണ്ടിരിക്കലായിരിക്കട്. അപ്പം സിജ്ജീന്ന് ചൊല്ലത് അതും നരകമായിരിക്കട്. അപ്പം അതേ ജാഗ സിജ്ജീന്ന് ചൊല്ല ജാഗയിലെ പോയിട്ട് അവിടെയുള്ള നരകത്തിൽ പോയിട്ട് ഈ പക്ഷിക്ക് പോയിട്ട് പിറകും പോയോണ്ടും അവിടെ ആ ഒരു അദാബുകൾ അനുഭവിക്കുകയോ അവിടെ നിന്നിട്ടാണ് ഈ ഹദീസുകൾ കൊണ്ട് മനസ്സിലാവുന്നത്. എന്നിട്ട് അങ്ങ് ചൊല്ലാറുള്ള റബ്ബന ലാ തുൽഹിഖ് ബിനാ ഇഖ്വാനന വലാ തൂതിനാ മാ വഅദ്തന. അല്ലാഹുവേ, ഞങ്ങളെ ചങ്ങായിമാർ ഞങ്ങളെ ഇഷ്ടപ്പെട്ട ഞങ്ങളെ ഭാഗത്ത് നീ എത്തുപാടണ്ട, ഞങ്ങളെ മുട്ട വേണ്ട ഇങ്ങനത്തെ അതാബ് അങ്ക് കിട്ടേ വേണ്ട. ദുനിയാവിൽ ഞങ്ങൾക്ക് നീ വാഗ്ദാനാക്കിയ കുറേ കഷ്ടത്തരങ്ങളുണ്ട്, അതേതും ഞങ്ങൾക്ക് നീ തരണ്ട. സ്വന്തം ഇങ്ങനെ ദുവാർ നോണ്ടിക്കുവാ ദുവാ കൊണ്ടിട്ടു ഒരു ഫലവും ഇല്ലാണ്ടായിട്ടിക്കട്. ഇനി ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുടെ പേടിച്ചിട്ട് റബ്ബുടെ ഓർമ്മയിൽ വെറും റമദാനക്ക് മാത്രം ഇബാദത്ത് സീമിതാക്കാണ്ട് എല്ലാ ടൈമിലും അള്ളാഹുടെ ഒരു പേടിയിൽ നിസ്കാരത്തിലും ആ നല്ല സ്വഭാവത്തിലായിട്ട് ജീവിച്ചെങ്കിൽ അള്ളാഹു മരിക്കുന്ന ടൈമിൽ തൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. അള്ളാഹു സന്തോഷം കൊടുക്കാണ്ട് ഇങ്ങനെ മരിപാട്ടിലാണ്ടായിരിക്കും. ഉഖ്രിജി അയ്യതുക നഫ്സുൽ ത്വയ്യിബ കുന്ത ഫിൽ ജസദി ത്വയ്യിബ ഉഖ്രിജി ഹമീദ. റൂഹ് എടുത്തു പോകുമ്പോൾ ആ റൂഹുകു പല ഗിഫ്റ്റുകൾ പല നിലക്കുള്ള ഗുഡ് ന്യൂസുകൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓ നല്ല മനുഷ്യ, ഓ നല്ല റൂഹേ, ഓ നല്ല നഫ്സേ, നല്ല തടിലാണ് നീ ഇന്ന്, ആയതുകൊണ്ട് നല്ല നിലക്ക് നീ പോണോ. എന്നിട്ട് അപ്പമേ ഗുഡ് ന്യൂസ് മരിക്കുമ്പോമേ നിക്ക് സന്തോഷമുണ്ടോ, നിക്ക് സുഖങ്ങളുണ്ടോ, നിന്റെ തൃപ്തിയുണ്ടോ, അള്ളാഹു നിന്റെ തൃപ്തിപ്പെട്ട് നിന്നിട്ട് അള്ളാഹു അർസയില്ല ഇങ്ങനെ ചെന്നോണ്ടോ ഈ റൂഹുടെ ഈ കൊസി ആക്കിയോണ്ടോ ഈ റൂഹ് എടുത്തോണ്ടോ ആകാശത്തേക്ക് പോകണ്ടായിരിക്കണം. മലായിക്കത്ത് ആകാശത്ത് പോയിട്ട് ആകാശം ഓപ്പൺ ആക്കുമ്പോൾ അങ്ങ് കേൾക്കടേ ഇതാറ് വന്നേ മലായിക്കത്ത് കേൾക്കടേ നിങ്ങളൊട്ടിಗೆ ಬಂದರಾറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വ്യക്തിയാണ് ಬಂದರೆ ഈ റായത്ത് ഇയാളുടെ മോണായ ഈ വ്യക്തിയാണ് ಬಂದರೆ അയാളുടെ റൂഹാണ്. അപ്പോൾ ആകാശത്തിൽ കിട്ടുന്ന സന്തോഷങ്ങൾ നോക്കണം. മർഹബൻ ബിൻ നഫ്സി ത്വയ്യിബ കുന്ത ഫി കാനത ഫിൽ ജസദി ത്വയ്യിബ് ഉദ്ഖുലി ഹമീദ വബ്ശിരി. നല്ല സ്വാഗത, നല്ല ആൾ, നല്ല തടിലിന്ന ആൾ, നിങ്ങൾക്ക് എല്ലാ നിലക്കുള്ള നിന്റെ മധുഹാക്കിക്കൊണ്ടുള്ള നിങ്ങൾക്ക് തന്നെ സന്തോഷാക്കിക്കൊണ്ടുള്ള റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെട്ടു ചെന്നിട്ടു 7 ആകാശ കലിയുമ്പം ഈ റൂഹുകൾ നല്ല ആൾമാരുടെ റൂഹുകൾക്ക് ഇങ്ങനത്തെ സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കും. ജാഅത്ത് ഖിബലിൽ അർളി സ്വല്ലല്ലാഹു അലൈക അവിടെ ദുആ കിട്ടേ മലായികത്ത് ഭൂമിയുടെ ഭാഗത്തിൽ നിന്ന് വന്ന നല്ല റൂഹു നിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വലാത്ത് ചൊല്ലട്ടെ, അഥവാ നിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് തരട്ടെ. നല്ല ഒരു തടിൽ നീ നിന്ന് റബ്ബിടെ മുട്ടെടുത്ത് കൊണ്ടുണ്ടായിരിക്കും. അങ്ങനെ ടോട്ടലി ചെന്നുണ്ടായെങ്കിൽ
മുഅ്മിനായ മനുഷ്യരുടെ റൂഹു 7ാമത്തെ ആകാശത്തെ ഇല്ലീൻ എന്നൊരു ജാഗയിലുണ്ട്. അവിടെ പോയിട്ട് എടുത്തു പോയിട്ട് അവിടെയാണ് അള്ളാഹുടെ കാണുകൊള്ള അവകാശം. അതുകൊണ്ട് അള്ളാഹു അവിടെ ഇല്ലേണ്ടല്ല, അള്ളാഹു ജാഗയില്ല. ഇസ്രാ മിറാജ് റസൂലുള്ളാഹി തന്നെ 7ാം ആകാശത്തും അതിലപ്പുറം പോയിട്ട് അള്ളാഹെ കണ്ടെത്തുന്നു. അതിനടുത്ത് അള്ളാഹ് അവിടെ ഇല്ലേണ്ടല്ല, അള്ളാഹുടെ കാണുകൊള്ള മനുഷ്യകൊള്ള ജാഗ. അപ്പോൾ റൂഹുവാണ് അള്ളാഹുടെ കാണുകൊള്ള റൂഹുടെ ജാഗ. അപ്പോൾ അതിനടുത്ത് അള്ളാഹുടെ ജാഗമേ ഇല്ല. ഞങ്ങൾക്ക് കാണുകൊള്ള ഞങ്ങളെ ജാഗ, റൂഹുള്ള ജാഗ. അത്രയും ഇതെല്ലാം അർത്ഥാക്കണം, പ്രത്യേകിച്ച് മനസ്സിലാക്കണായ ഒരു ഈമാൻ കാര്യത്തെ വിഷയമായിട്ടിക്കിട്. ഇതെല്ലാം ഈമാനായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതെല്ലാം ചെറിയ വിഷയങ്ങളല്ല, ഞങ്ങളെ ഖൽബിൽ പറഞ്ഞ ഈമാനികമായ വിഷയങ്ങളാണ്. എന്നിട്ട് എന്തായിട്ടിക്കട് സീറൂബിക അറൂഹ മക്കാദഹ മിനൽ ജന്ന പോയിട്ട് ഇല്ലീൻ എത്തുമ്പോൾ അള്ളാഹു താല ചൊല്ലവല മലായിക്കത്തൊട്ടിക്ക് ആ റൂഹുടെ നിങ്ങൾ എടുത്തോ പോറും. എന്നിട്ട് ആ റൂഹു എവിടെയൊക്കെ പോയിട്ട് സ്വർഗത്തിൽ പോയിട്ട് എത്തിരി അത് ഇപ്പമേ കാട്ടിക്കൊടുക്കോറും. ആ റൂഹുടെ സ്വർഗത്തിലുള്ള ജാഗ ഇപ്പമേ നിങ്ങൾ കാട്ടിക്കൊടുക്കോറും. അപ്പോൾ മയ്യത്തരെ ആ മറിച്ച ആൾ ജീവിതത്തിലാക്കിയ നന്മകളെല്ലാം എത്ര ഉണ്ടാ അത് കൊത്തിട്ടു സ്വർഗത്തെ സ്ഥാനങ്ങൾ കാട്ടിക്കൊടുക്കലുണ്ടായിരിക്കും. എന്നിട്ട് ഈ റൂഹു മലായിക്കത്ത് ഈ റൂഹുടെ സംബന്ധിച്ചിട്ട് എന്തിനു നല്ല മുണ്ടേണ്ടായെങ്കും അത് ഈ റൂഹു ഗുന്തൗടുണ്ടായിരിക്കും. ഒന്നല്ല ഈ റൂഹുക്ക് ഗുന്തൗടും. ഇതുപോലത്തെ പല നന്മകളും ഈ റൂഹുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കലുണ്ടായിരിക്കും. ഇനി ഫാസിഖീങ്ങൾ ബെടക്കാൽമാരെ റൂഹു, ആ റൂഹുക്ക് പിന്നെയും കിട്ടെങ്കത്തെ ഒരു ആ മരിക്കുമ്പമേ കിട്ടെങ്കത്തെ ഒരു ബാഡ് ന്യൂസ്, ദുഃഖ വാർത്തകളാണ്. എന്തായിരിക്കട് ആ എടുത്തവർമ്മേ തീക്കട്ടയായിട്ടാണ് മലായിക്കത്ത് പണ്ട് വളരെ ഗട്ടിലാണ് റൂഹ് എടുത്തോ പോണ്ടേ. എന്നിട്ട് പോകുമ്പമേ എനിക്ക് പറച്ചൽ പോന്നോണ്ടിക്കട് ഉഖ്റുജി സാഹിത്തൻ മസ്ഹൂത അർത്ഥമ അർസത്തിൽ അർസാക്കിയോണ്ടും അർസാക്കപ്പെട്ടതായ നിലയ്ക്ക് ആ അള്ളാഹുടെ നിസ്സാരമായ ജാഗികം അള്ളാഹുടെ ആദാബുക നീ പാചന്നിട്ട് പോകുമ്പമേ അതൊക്കെ പേടിപാടിയോണ്ടാണ് പോണ്ടേ. എന്നിട്ട് ഈ റൂഹുടെ ബൈക്കയുടെ ജാഗയുടെ ഈ തീയുടെ കെട്ടലാണ്, തീയുടെ കെട്ടൽ. എന്നിട്ട് സിജ്ജീൻ കെടുത്ത പോണ്ടേണ്ടായിരിക്കും. സിജ്ജീൻ ചെന്നുണ്ടെങ്കിൽ 7 ആകാശത്ത് 7 ഭൂമിയുടെ അടിയിലുള്ളെങ്കിൽ എത്ര ജാഗനാണ് ചെന്ന പോലെമേ. എന്നിട്ട് ആ റൂഹ് കാണുമ്പോമേ ഹന്നൽ ചെന്നിട്ട് ഒരു വസ്തു ഉണ്ട്, ഒരു എന്തായിരിക്കും ഫ്രൂട്ട്സ് ചൊല്ലാം. പക്ഷെ മനുഷ്യ തിന്നലെ അത് കണ്ണും കൊടുവാറ് അങ്ങനത്തെ ഒരു മുഖ പോലെ അതുപോലെ ഓൻ്റെ മുഖയ്ക്കുണ്ടായിരിക്കും. പോകുമ്പമേ അട്ടഹസിച്ചോണ്ടു വല്ലാത്ത അർബായിട്ടുകൊണ്ടാണ് പോണ്ടേ. അസ്രായിൽ അലി ഇസ്ലാം എടുത്തു പോകുമ്പോൾ എടുത്തിട്ട് സ്വബാനിയത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. സ്വബാനിയത്തായ മലായിക്കത്ത് ചെന്നുണ്ടെങ്കിൽ വളരെ പേടിജനകമായ മലായിക്കത്താണ്. മുഖം വല്ലാത്ത നാത്ത പിടിച്ച് കറുത്ത ഡ്രസ്സിട്ടിട്ട് അതുപോലെ മണവും അങ്ങനത്തെ നാത്ത മണമുള്ളെങ്കത്ത് കയ്യിൽ വലിയ വലിയ തണ്ടുകളുള്ളെങ്കത്ത് ആ മലായിക്കത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ടു ഓണ്ട് പ്രത്യേകമായ ഒരു കോലമേ ചേഞ്ച് ആക്കിയിട്ട് ചെറിയൊരു ചിറ്റ പോലെ ജറാദ് പക്ഷി അഥവാ ചെറിയ ഇരുട്ടി പോലത്തെ ആ മൊണ്ട പോലത്തെ പക്ഷികളുടെ രൂപത്തിൽ എത്തിപ്പാടിയിട്ട് അങ്ങനെയും ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ആകാശത്ത് പോയിട്ട് എത്തുമ്പോൾ ഈ റൂഹ് ഈ ബെടക്കാലിലെ റൂഹ് എത്തുമ്പോൾ മൻ അന്ത നീ ആറുണ്ട് കേൾക്കുമ്പോൾ ആണ് ദഖിയായിൽ ചെന്ന ഒരു മലായിക്ക് ആയിരിക്കും. അത് അദാബിയുടെ മലക്കാണ് ദഖിയായിൽ ചെന്നുണ്ടായെങ്കിൽ നിന്നിട്ട് ഇങ്ങനത്തെ മനുഷ്യായിരിക്കും. അപ്പോൾ ചൊല്ലുമേ പേരേത് ഏറ്റവും നാത്ത പിടിച്ച പേരായിരിക്കും. വളരെ ദുനിയാവിലോണെങ്കിൽ ഏത് പേര് പിടിച്ച കർസവണ്ട അവൻ്റെ മേൽപ്പേരും പോലത്തത് അങ്ങനത്തെ അർസത്തെ പേരിലാണ് അവൻ്റെ പേര് വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ചൊല്ലില്ല അഖിലൻ ഗോ ബാക്ക്, നിക്ക് ഒരു സ്വാഗതവും ഇല്ല, നിക്ക് ഒരു മറുകബവും ഇല്ല, എനിക്ക് സ്വാഗതമില്ല. ആകാശത്തെ ഒരു ബായിലും ഈ ബടക്ക് പിടിച്ച ആൾക്ക് വേണ്ടി തുറക്കില്ലാണ്ടായിരിക്കും. സ്വർഗത്തുക്ക് ഒരിക്കലും ഇങ്ങനെ കടക്കുകയില്ല. ഈ വിഷയത്തെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ ഓണ്ട് വലിച്ചിട്ട് ഈ മലായിക്കത്ത് എടുത്തുകൊണ്ടു ചെന്നിട്ടും റൂഹും ഖബീസ ജാതിമിൻ ഖബൽ അർദ് എന്താ നാത്ത പിടിച്ച റൂഹു ഭൂമിയുടെ മേൽ ബന്ധം ചെന്നിട്ടു വായു വന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കൊണ്ടായിരിക്കും. അതേപോലെ മിനിങ്ങളിലുള്ളെങ്കത്തെ ദോഷികളും ഇബാദത്തിൽ മടികാട്ടിയ ആൾമാർ, നിസ്കരിക്കാത്ത ആൾമാർ, നോമ്പ് പിടിക്കാത്ത ആൾമാർ, അല്ലെ നോമ്പോട് നിസ്കാരമെല്ലാം ഉണ്ട് സക്കാത്ത്, അത് മുറ പോലെയല്ല, ഒരു പേരുക്ക് വേണ്ടിയിട്ട് ഇതാക്കടേ, അതിൽ ഒരു ഇഖ്ലാസും ഇല്ല, ഒരു എന്തിനില്ല, എന്തുമില്ലാത്തൊരു നിസ്കാര കളാക്കിയോണ്ടും വേണ്ട ചൊല്ലെങ്കിൽ ഇതൊരു നിസ്കാര. ഇങ്ങനെ റൂഹുക്കും ചൊമ്മ ഉപദ്രവങ്ങൾ ആകാശത്തിൽ കിട്ടുണ്ടായിരിക്കും. നിസ്കരിച്ചിട്ടും
ഇങ്ങനെ നിസ്കരിച്ചിരാറ്. പക്ഷേ നിസ്കാര കള്ളന്മാരാണ്, ശരിക്കും നിസ്കരിച്ചിട്ടില്ല. എത്രയോ നിസ്കാരങ്ങൾ വിട്ടാറ്, സുജൂദ് ആക്കില്ല. ഇങ്ങനത്തെ ഈ റൂഹുകു ഈ നിസ്കാരം പിടിച്ചിട്ട് മുഖത്ത് കടിക്കൊണ്ടുണ്ടായിരിക്കട്. ഇങ്ങനെ നിസ്കാരത്തെ ഒരു കട്ലാസിനങ്ങ വീട്ടു, ഒരാൾ ഒരു കട്ലാസിൽ ഇഷ്ടമില്ല ഞങ്ങൾ അതിനെന്താക്കട, അതിനെ ഞങ്ങൾ ഇടിയൊർക്കം ഇതാക്കട, മുദ്ദാക്കിയിട്ട് മുഖത്ത് കടിക്കട. അതേപോലെ കൊണ്ട് നിസ്കാരം കൊണ്ടുകൊണ്ട് മുഖത്ത് കടിക്കൊണ്ട് ചെന്നിട്ടു നീ നൻ്റെ നീന് ദുനിയാവിൽ നീന് ബെടക്കാക്കിയ നിസ്കാര ചൊല്ല്, ഇതേപോലെ നിൻ്റെ അള്ളാഹു ബെടക്കാക്കട്ടെ ഉണ്ട്. ഇതേപോലെ സക്കാത്ത് കൊടുത്തിട്ടു. സക്കാത്ത് കൊടുത്തെനിക്കത്തെ മനുഷ്യരെ സക്കാത്ത് കൊടുത്തുടാ, പക്ഷേ അവൻ്റെയും സക്കാത്ത് മുഖത്ത് കടിക്കരുത്. എന്തേ നീന് പേർക്ക് വേണ്ടിയിട്ട് പെരുമിക്ക് വേണ്ടി കൊടുത്തില്ല, നീന് ഹക്ക് പോലെ നീ സക്കാത്ത് കൊടുത്തില്ല, അള്ളാഹുടെ തൃപ്തി വേണ്ടി നീ കൊടുത്തില്ല. അതേപോലെ നോമ്പ് പിടിച്ചില്ല, പക്ഷെ ആ നോമ്പ് കൊണ്ട് മുഖത്ത് കരിയ കൊണ്ടുണ്ടായിട്ടിക്കട്. എന്തുകൊണ്ടിട്ടോ നീന് ആഹാരം തിന്നിട്ടിക്കല, അതേപോലെ നീന് തണ്ണി കുടിച്ചിട്ടിക്കല, പക്ഷേ ബെടക്ക് പലക്കങ്ങളും പല ഹറാമിയത്തിലായിട്ടാണ് നീ റമദാൻ്റെ കണ്ടത്. ആയതുകൊണ്ടിട്ടു ഈ മോൻ്റെ മുഖത്ത് നോമ്പിടെറിയ കൊണ്ടും ഹജ്ജുകളും അങ്ങനെ ഹറാമായ സ്വത്ത് പിടിച്ചിട്ട് ഹജ്ജാക്കിയത്, അതുകൊണ്ടിട്ട് കൊണ്ട് ഹജ്ജിക്ക് ബലയില്ല. ഇങ്ങനത്തെ അമൽ ആക്കിയിട്ടും എന്തായിട്ടിക്കട് അമലിൽ ഒട്രാസി അമലാക്കിയങ്ങ ഒരു ഇഷ്ടമില്ലാണ്ട് ഒരു പിരിസയില്ലാണ്ട് അമലാക്കിയ ആൽമാർ അങ്ങക്ക് അതിർതായ നിലക്കുള്ളതായ അത് ഒട്രാസി അമലാക്കി എനിക്ക് അങ്ങനെ ആ റൂഹുകു അങ്ങനെ അമൽ കൊണ്ടിട്ട് മുഖത്ത് കടിക്കൊണ്ടു ചെന്നിട്ടും ഹദീസുകളെല്ലാം കണ്ട് അള്ളാഹു ഞങ്ങളെ അമൽ ഞങ്ങൾ ഒരിക്കലും ഒരു പെർസെൻ്റ് അല്ല, ഒരു മൈക്രോ% പോലും ഞങ്ങൾക്ക് ഉപദ്രവമാകാത്ത നിലയ്ക്ക് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾക്ക് ഹൈറായിട്ട് ഞങ്ങൾക്ക് വിജയകരമായ നിലയ്ക്ക് ഞങ്ങൾ അമൽ അള്ളാഹുത്തലാക്കി തരുമാറാകട്ടെ. ഞങ്ങൾ റൂഹ് എല്ലാ സന്തോഷങ്ങളും എല്ലാ സ്വാഗതങ്ങളും എല്ലാ ഹൈറുകളും അർഹിക്കുന്ന നിലയ്ക്ക് ഞങ്ങളെ റൂഹും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങൾ അബ്ബമാർ ഉമ്മമാർ കുടുംബത്തങ്ങ ഞങ്ങളെല്ലാവരുടെ റൂഹും ഇങ്ങനെ കൊസിയിൽ സ്വർഗത്തെ ഉൽഗത്തിലും പുറത്തും ഇങ്ങനെ ചുറ്റിയോണ്ട് കൊസിയിലിരിക്കണമെങ്കിൽ ഭാഗ്യ അള്ളാഹു തന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരുത്തരുടെ ടെൻഷനുകൾക്ക് അള്ളാഹു പരിഹാരം തരുമാറാകട്ടെ. ഓരോരുത്തരെയും ബലാ മുസീബത്തുകളിൽ നിന്നിട്ട് ഇടങ്ങേറുകളിൽ നിന്ന് അള്ളാഹു തല മുക്തമാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങൾ മുക്തമാക്കിയിട്ട് സന്തോഷവും റാഹത്തും നെമ്മതിയും ശാശ്വതമായിട്ട് അള്ളാഹു തന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.